ഹോർമൂസിൽ ഇറാനെ വിറപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു എസ്. വൻ സൈനിക സന്നാഹമാണ് ഇവിടെ യു എസ് വിന്യസിച്ചിരിക്കുന്നത്. യു എസിന്റെ കരുത്ത് USS ട്രിപ്പോളി എന്ന അത്യാധുനിക യുദ്ധക്കപ്പലാണ്. എന്നാൽ ആനയെ വാങ്ങി പക്ഷേ തോട്ടിയില്ല എന്ന അവസ്ഥയിലാണ് US പടക്കപ്പൽ. കപ്പൽ ജീവനക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെന്നാണ് പരാതി. വളരെ മോശം ഭക്ഷണമാണത്രേ കപ്പലിലെ ജീവനക്കാർക്ക് കഴിക്കാൻ നൽകുന്നത്. ട്രിപ്പോളിയിലെ ഒരു ജീവനക്കാരി കുടുംബത്തിനയച്ച ചിത്രമാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. US-ലെ USA ടുഡേ എന്ന മാധ്യമമാണ് ഈ ചിത്രം പുറത്തുവിട്ടത്. ഭക്ഷണപാത്രം വളരെ ശുഷ്കമാണ്. ടോർട്ടലയും ഇറച്ചിയും മാത്രമാണ് ആ പ്ലേറ്റിലുള്ളത്. കപ്പലിൽ വളരെ കുറച്ച് ആഹാരം മാത്രമാണ് ലഭിക്കുന്നതെന്ന് ജീവനക്കാരി കുടുംബത്തെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുന്നത്. അത് തന്നെ ജീവനക്കാർ പങ്കുവെച്ചാണ് കഴിക്കുന്നതെന്നും ജീവനക്കാരി കുടുംബത്തെ അറിയിച്ചത്രേ. ഇത് ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്നുണ്ടെന്നും ജീവനക്കാരി പറഞ്ഞതായി കുടുംബത്തെ ഉദ്ധരിച്ച് USA ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള സംഘർഷം അതിരൂക്ഷമായതോടെയാണ് USS ട്രിപ്പോളിയും USS എബ്രഹാം ലിങ്കണും ഉൾപ്പെടെയുള്ള US-ന്റെ വമ്പൻ യുദ്ധക്കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധത്തിന്റെ ഭാഗമായാണ് ഈ കപ്പലുകളെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകളെ ഉപരോധിക്കുകയാണ് ഈ കപ്പലുകളുടെ ചുമതല. ഈ യുദ്ധക്കപ്പലുകളിൽ 3500-ലധികം പേർ ഉണ്ടെന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. അതിനിടെ US-ന്റെ മറ്റൊരു യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ ജീവനക്കാർക്ക് നൽകുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു. ഇതിന്റെ ചിത്രത്തിൽ ഡ്രൈ മീറ്റും പാറ്റിയും വേവിച്ച ക്യാരറ്റും മാത്രമാണുള്ളത്. ഇതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. നേരത്തെയും US-ന്റെ യുദ്ധക്കപ്പലുകളിലെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും വലുതും ചെലവേറിയതുമായ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിലെ 5000-ഓളം നാവികർ ടോയ്ലറ്റ് ഇല്ലാതെ വിഷമിക്കുന്നതായിരുന്നു മുൻപ് വന്ന റിപ്പോർട്ട്. കപ്പലിലെ അത്യാധുനിക മലിനജല ശുദ്ധീകരണ സംവിധാനത്തിന്റെ തകരാറാണ് ടോയ്ലറ്റുകളുടെ പ്രവർത്തനവും തകരാറിലാക്കിയത്. $13.3 ബില്യൺ ചെലവിൽ നിർമ്മിച്ച ഈ കപ്പലിലെ വാക്വം അധിഷ്ഠിത മലിനജല സംവിധാനം പൂർണ്ണമായും തകരാറിലായതായി റിപ്പോർട്ടിൽ പറയുന്നു. കപ്പലിലെ 650 ടോയ്ലറ്റുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായി. പ്രാഥമിക ആവശ്യങ്ങൾക്കായി നാവികർക്ക് 45 മിനിറ്റ് വരെ ക്യൂ നിൽക്കേണ്ടി വന്നു. പൈപ്പുകളിൽ കാൽസ്യം അടിഞ്ഞുകൂടുന്നത് തടയാൻ ഓരോ തവണയും ആസിഡ് ഫ്ലഷ് നടത്താൻ ഏകദേശം $4 ലക്ഷം, അതായത് ഏകദേശം 3.3 കോടി രൂപയോളം ചിലവ് വരുന്നു. കപ്പൽ യുദ്ധസജ്ജമായി കടലിൽ തുടരുമ്പോൾ ഈ അറ്റകുറ്റപ്പണി നടത്തുക പ്രായോഗികമല്ലെന്നും റിപ്പോർട്ട് വന്നിരുന്നു. പിന്നീട് ഈ കപ്പലിനെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് US-ന് വലിയ നാണക്കേടായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് യുദ്ധക്കപ്പലുകളിലെ ഭക്ഷണക്ഷാമം ചർച്ചയാകുന്നത്.